തിരുവചനം തിരുവാതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്ന് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് നടത്താവേ, സ്തോത്രം നടത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ ശേഖരസുധാം നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴികൾക്ക് നന്മൾക്കാർ നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്തെ ഇത്രത്തോളം ഞങ്ങളെ കാത്തിരുവാച്ചവൻ കൃപാൾക്കായ സ്തോത്രം. കർത്താവെ, അവിടുന്ന് എൻ്റെ കൃപയിൽ കർത്താവെ വർഷത്തിൻ്റെ ഈ ദിവസങ്ങൾ അത്രയും ഞങ്ങളെ കാത്തിരുവായിരിക്കുകയും വഴി നടത്തുകയും ചെയ്ത് കർത്താവ് സമയത്താണ് ഞങ്ങൾ അങ്ങയുടെ സനയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിടെ നിൻ്റെ കരാൻ സർപ്പിക്കുന്ന കർത്താവെ, നിൻ്റെ ശബ്ദത്തോടുണ്ടോ വാക്കുകളോട് വചസ്സോടോ കണ്ടത്തോടുണ്ട് കർത്താവെ, നിൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് നടത്താൻ തൻ്റെ ജനത്തെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, വചനം കർത്താവ് ബലപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുറവുള്ള ഞങ്ങളുടെ ബലഹീനതോ ഇന്ന് തടസ്സമാകാതിരിക്കത്തക്കണം കർത്താവ്, നിൻ്റെ മഹത്വത്തിന് അത്തോണം കർത്താവെ ശുശ്രൂഷ അനുഗ്രഹിച്ചുള്ളൂ പ്രാർത്ഥിക്കും. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ നിറഞ്ഞു കർത്താവെ, ഇതിൽ സംബന്ധിക്കുന്ന കേൾക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ കർത്താവെ എൻ്റെ വചനം കൂടുതലായിട്ട് ആഴമായി സ്പർശിക്കുവാനോട് ഇടയാക്കണമെന്ന് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മുടെ ആയുസ്സിൽ അനുഗ്രഹപ്രദമായ നോയമ്പുകാലവും അത് കഴിഞ്ഞ് ഉയർപ്പ് പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഉയർപ്പിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉയർപ്പ് പെരുന്നാളെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷീകരിക്കുവാനും കർത്താവിൻ്റെ വചനം എത്തിക്കുവാനും ഉള്ളൊരു ആഹ്വാനമാണ് ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നോയമ്പുകാലം അതിൻ്റേതായ രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ സഭകളും ശുശ്രൂഷകളും പറയുന്ന രീതിയിൽ നാം പാലിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഷ്ടാനുഭവിച്ച് കടന്നു വരുമ്പോൾ അതിൻ്റെ വിവിധ ശുശ്രൂഷകളിൽ സംബന്ധിക്കാൻ പരിശ്രമിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ വേണ്ടിയ രീതിയിൽ ഉള്ള ശ്രദ്ധ ചെലുത്തി എല്ലാം പൂർത്തീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കും. ഉയർപ്പ് പെരുന്നാൾ വരുമ്പോഴേക്കും അതൊരു സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റി നമ്മൾ കഴിയുന്നത്രയും കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് ഈ മേശകളിൽ സംബന്ധിക്കാനുള്ള സാഹചര്യവും സാവകാശവും ഒക്കെ ഒരുക്കാൻ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. വിദൂരത്തെങ്കിലും പലപ്പോഴും ഔദ്യോഗികകാലമായി കടന്നു വരുവാൻ പോലും പരിശ്രമിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നാം നോക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നതിൽ അധികമായി ഒന്നും കാണുവാൻ കഴിയുന്നില്ല. യഥാർത്ഥമായ ആത്മീയ മേഖലകളിൽ നാം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്ക് അതീതമായി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നാം ചിന്തിക്കാറില്ല. കടന്നുപോകുന്നു ആരാധനകളിലും ദേവാലയങ്ങളിലും ശുശ്രൂഷകളിലും ആരാധനയിലൊക്കെ നാം സംബന്ധിക്കുന്നുണ്ട്. അവയൊക്കെ ഏറ്റവും നല്ല കാര്യം. നാം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില കുടുംബങ്ങളെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കരുതുവാൻ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഒരംശം, ഒരു ഭാഗം മാത്രം. മറ്റ് ഏറെക്കുറെ ജനങ്ങളും നാം നോക്കുമ്പോൾ ഒരു സാമൂഹിക രീതിയിലുള്ള ഒരു പങ്കാളിത്തം വഹിക്കുവാനാണ് പരിശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് ആവാദിക്കും, നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് പലപ്പോഴും നാം അത്രമാത്രം ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ പോകാറില്ല. അതുമാത്രമല്ല, ആ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നാം ചിന്തിക്കുമ്പോഴും അവിടെയും വ്യത്യസ്തമായ കാര്യങ്ങളാണ് കാണുവാൻ ഇടയാകുന്നത്. ഈ സമയത്ത് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാര്യത്തെ, ആ ദിവസത്തെ പറ്റിയും അന്ന് നടന്ന ചില സംഭവങ്ങളെ പറ്റിയും കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയാണ്. മർക്കോസിന്റെ സുവിശേഷം 16:7 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ നിങ്ങൾ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. ഇത് പറയുന്നതോട് ആരാണ് നമ്മളൊന്ന് ചിന്തിക്കാം. പക്ഷെ അവിടെ പറയുന്നത് രണ്ട് കാര്യമാണ്. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ നിങ്ങൾ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. അതായത് ഈ പറയുന്ന വ്യക്തി കർത്താവിൻ്റെ ദൂതനായിട്ടാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ദൂതൻ പറയുന്ന കാര്യം കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപേ ഇവരോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതായത് കർത്താവ് മരിക്കുമെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റും ചെയ്യുകയും അതോടൊപ്പം അവനെ ഗലീലയിൽ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ നാം കാണുന്നത് കർത്താവിനെ അവന് കാണുവാൻ വരുന്നത് എവിടെയാണ്?
അടക്കം ചെയ്ത ആ ഗുഹയിലേക്കാണ്. അതായത് മരിച്ച കർത്താവിനെ കാണുവാനാണ് കടന്നു വന്നത്. അതല്ലാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനല്ല അവർ കടന്നു വന്നത്. മരിച്ച കർത്താവിന് ആ ദേഹത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനായിട്ടാണ് കടന്നു വന്നത്. അവരോട് കൂടെ നടക്കുകയും അവരെ പഠിപ്പിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് അതോടൊപ്പം പൂർവകാല പുരോഹിതന്മാരും പ്രവാചകന്മാരിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുന്നെന്ന് അവർ മനസ്സിലാക്കിയിട്ട് പോലും ഉയർപ്പെഴുന്നേറ്റ ദിവസത്തിൽ അടക്കം ചെയ്ത കർത്താവിനെ കാണുവാനാണ് കടന്നു വരുന്നത്. ആരാ കടന്നു വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 16:1-3 വരെ നാം വായിക്കുമ്പോൾ, ശബത്ത് കഴിഞ്ഞ് മഗ്ദലക്കാരത്തി മറിയയും ശബത്ത് കഴിഞ്ഞ് മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും സലോമയും ചെന്ന് അവന്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധവർഗം വാങ്ങി. സലോമിയും ചെന്ന് അവന്റെ ശരീരത്ത് പൂശുവാൻ സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും എന്ന് പരസ്പരം പറഞ്ഞു. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവര് ശരീരത്ത് പൂശുവാൻ സുഗന്ധവർഗം വാങ്ങി. അതായത് ആ കാലയളവിൽ ഒരു ചടങ്ങിന്റെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ 3 സ്ത്രീകൾ അതിനടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ചിന്തകളിൽ വരുന്ന ഒരു കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് ആ ജനമധ്യത്തിൽ ആരും അറിയാതെ കാണുവാൻ പോയ 2 സ്ത്രീകളായിരുന്നു യഥാർത്ഥത്തിൽ മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും. അപ്പോൾ അവർക്ക് വ്യക്തമായി അറിയാം എവിടെ ആ കർത്താവിനെ അടക്കം ചെയ്തത്. അതിൻ്റെ മുമ്പിലുള്ള കല്ലിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനെ എങ്ങനെ ഉരുട്ടി മാറ്റുമെന്നുള്ളൊരു ചിന്ത അതെപ്പോഴും മനസ്സിൽ കാണും. കാരണം അതിനെ ഉരുട്ടി മാറ്റുക എന്ന് യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഈ 3 സ്ത്രീകൾക്ക് മാറ്റുവാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. കുറച്ചുകൂടെ കൃത്യമായി അവിടെ പറയുന്നത് അത് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ടും കാണുന്നത് ഏറ്റവും വലുതായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ശങ്കയായിരുന്നു കല്ല് ആര് ഉരുട്ടിക്കളയുമെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയതായി നാം കാണുന്നു. അതിൻ്റെ 5-6 വായിക്കുമ്പോൾ, അവർ കല്ലറയ്ക്ക് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ചൊരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ട അവർ പരിഭ്രമിച്ചു. അവൻ അവരോട് പരിഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. ഇതാ അവനെ വെച്ച സ്ഥലം. അവർ ആ കല്ലറയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ സുഗന്ധിപ്പിക്കുവാൻ കടന്നുപോയതാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. പക്ഷെ അവിടെ കല്ല് മാറിയിരിക്കുന്നത് കാണുക മാത്രമല്ല, അകത്തു ചെല്ലുമ്പോൾ കാണുന്നത് വെള്ളയങ്കി ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെടുന്ന അവസ്ഥ. യഥാർത്ഥമല്ലേ? നാം ഒരു ശവക്കോട്ടയിൽ ചെന്നിട്ട് കല്ലറ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജീവനുള്ളൊരു വ്യക്തിയെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് ആർക്കും ഭയപ്പാട് സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. ഇത് 3 സ്ത്രീകൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവിടെ ഇരിക്കുന്ന ഒരു യുവാവിനെയായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മുമ്പോട്ട് അത് പറയുമ്പോൾ 6-ൽ പറയുന്നത്, പരിഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. ഇതാ അവനെ വെച്ച സ്ഥലം. ശൂന്യമായിരിക്കുന്ന കല്ലറ കാണിച്ച്, അല്ലെങ്കിൽ കർത്താവിനെ കിടത്തിയ സ്ഥലം കാണിച്ചിട്ടാണ് പറയുന്നത്. നാം ഒരു നിമിഷം ആ 3 സ്ത്രീകളുടെ ചിന്തകളൊന്ന് നോക്കുകയാണെങ്കിൽ എന്തൊരു ഭയപ്പാടായിരിക്കും. അവർ കാണുന്നത് ആരെയാണെന്നറിയില്ല. വെള്ള അങ്കി ധരിച്ചൊരു യുവാവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കർത്താവിൻ്റെ ദൂതനായിരിക്കും, ദൈവം അയച്ചിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കർത്താവ് തന്നെയായിരിക്കും, നമുക്കറിയില്ല. അവിടൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ പറയുന്നത് എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ അവനെ കിടത്തിയ സ്ഥലം. ശൂന്യമായി കിടക്കുന്ന അവസ്ഥ. അവരുടെ കർത്താവിന് എന്തു പറ്റിയെന്നുള്ളൊരു ചിന്ത കാണും ആ സമയത്ത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആ ഒരു നിമിഷത്തിനുള്ള അനേകമായ ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നുപോയിരിക്കും.
അതുകൊണ്ടാണ് അവിടെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവനെ അവിടെ നിങ്ങൾ കാണും എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ അവിടെ നിങ്ങൾ കാണും എന്ന് പറയുവിൻ എന്ന് പറയും. അതായത് കർത്താവ് മുമ്പ് അവരോട് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അവിടെ പറയുമ്പോൾ ശിഷ്യന്മാരോടും പത്രോസിനോട് എടുത്തു പറയുന്നൊരു സാഹചര്യം. കാരണം പത്രോസ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും പൊടുന്നതിനെ ചാടി ഇറങ്ങുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവിടെ അപ്രകാരം പറയുന്നത്. നമ്മളത് അതിനെപ്പറ്റി ആ പറയുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ 14 മർക്കോസിന്റെ സുവിശേഷം 14:27-28 വായിക്കുമ്പോൾ യേശു അവരോട് നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പെസഹ കഴിഞ്ഞ് പറയുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത്. അവർക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു കഴിഞ്ഞ് പറയുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നു. ഇതും പണ്ട് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ കാര്യത്തിൻ്റെ നിറവേറ്റമാണ് അവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ ക്രൂശിക്കപ്പെടുകയും മരണമുണ്ടെന്നൊക്കെ വ്യക്തമായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വ്യക്തമായി പറയുകയും അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയും മാത്രമല്ല ഗലീലയിൽ കാണുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇന്ന് യഥാർത്ഥത്തിൽ ആ സ്ത്രീകൾ അവിടെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാരവരെ വിലക്കുവാൻ കഴിയുമായിരുന്നു. നിങ്ങളവിടെ പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ ഈ ഗലീലയിൽ കാണുമെന്നൊക്കെ പറയാം. പക്ഷെ അതിന് കാരണം അവർക്ക് അപ്രകാരം ചിന്തിക്കുവാൻ കഴിയാതെ പോയത്, അവരുടെ മനസ്സിൽ മാനുഷികമായ ചിന്തകളിൽ കർത്താവിനെ ഒരു മനുഷ്യനായി മാത്രമായിരുന്നു അന്നും അവർ കണ്ടുകൊണ്ടിരുന്നത്. കൂടെ നടന്നു, അനേക പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു പ്രവാചകൻ്റെ രീതിയിലുള്ള ഒരു ചിന്തകൾ മാത്രമായിരുന്നായിരിക്കാൻ ഉണ്ടായിരുന്നത്. കാരണം യഥാർത്ഥമായ ദൈവപുത്രൻ എന്ന് സ്വീകരിച്ചായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും വയസ്സുകളും പൂർണ്ണമായി വിശ്വസിക്കുക മാത്രമല്ല, അതിനായി കാത്തിരിക്കുകയും ചെയ്തിട്ടേ. പക്ഷെ ഇവിടെ കാണുന്നത് ഒരു അവിശ്വാസത്തിൻ്റെ ഒരു നിഴലാണ് കാണുന്നത്. അത് മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 16:8 ഇപ്രകാരമാണ് പറയുന്നത്, അവർക്ക് വിറയലും പരിഭ്രമവും ഉണ്ടായി. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെട്ടതുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ പോകുന്ന വഴിയിൽ ആരോടും ഒന്നും പറയുന്നില്ല. കാരണം ആര് വിശ്വസിക്കും? അതായത് കല്ലറയിലെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ല് മാറ്റിയിരിക്കുന്നു, കർത്താവിൻ്റെ ശരീരം അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ അത് ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് വിറയലും പരിഭ്രമവും. അവർക്ക് പരിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഭയവും പരിഭ്രമവും എല്ലാം നിറഞ്ഞ ഒരു ചിന്തയിലാണ് അവർ ഓടിപ്പോകുന്നത്. പക്ഷെ അവർ ഓടിച്ചെന്ന് യഥാർത്ഥത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പക്ഷെ ശിഷ്യന്മാരുടെ പ്രതികരണമാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടത്. 16:11 ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടുവെന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. മഗ്ദലക്കാരി മറിയ അവിടെ പോയി പറയുമ്പോൾ കണ്ടെന്നും ഒക്കെ പറയുമ്പോൾ അവർ അവളെ വിശ്വസിച്ചില്ല. കാരണം മരിച്ചവൻ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? അതാണ് കർത്താവ് അവരോട് പറഞ്ഞ കാര്യം അവർ മറന്നുപോയ അവസ്ഥ. അതിൻ്റെ 16:12-13 വായിക്കുമ്പോൾ, പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. ഇന്നത്തെ ആത്മീയ രംഗത്ത് യഥാർത്ഥമായ അവസ്ഥ ഇത് തന്നെയല്ലേ? നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വർഷാവർഷം നാം എല്ലാ പെരുന്നാളുകളും കൊണ്ടാടുന്നുണ്ടെങ്കിലും ഇന്ന് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ,
ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നെ വിടുവിക്കത്തക്കോണം ശക്തനാണെന്ന് എത്രമാത്രം നാം വിശ്വസിക്കുന്നുണ്ട്. ഭയത്തിൻ്റെ ഭീതിയുടെയും ജീവിതമല്ലേ ഇന്ന് നാം നയിക്കുന്നത്. കർത്താവിനെ പറ്റി സാക്ഷീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് സാഹചര്യങ്ങളെ പറ്റിയുള്ള ഭയം, സമൂഹത്തെ പറ്റിയുള്ള ഭയം, നമ്മുടെ ഭവനത്തിലെ അംഗങ്ങളെ പറ്റിയുള്ള ഭയം, നമ്മുടെ ബന്ധുമിത്രാവളികളെ പറ്റിയുള്ള ഭയം. അവരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയും? ആ ഭയമാണ് ഇന്ന് പലപ്പോഴും നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ പാതയിൽ നടക്കുവാൻ കഴിയാതെ പോകുന്നത്. കർത്താവ് വ്യക്തതയോടെ ആരോടും പറഞ്ഞില്ല, നിങ്ങൾ മാത്രമേ സുവിശേഷം പറയാൻ പാടുള്ളൂന്ന്. കർത്താവ് പറയുന്നത് നിങ്ങളെല്ലാവരും പോയി സുവിശേഷം പറയുവാൻ, അന്ധകാരത്തിലുള്ള അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കണം നിങ്ങൾ പ്രവർത്തിക്കുവാൻ. ഇന്ന് നമ്മുടെ സഭകളിലായാലും ശുശ്രൂഷകളിലായാലും ആരാധനയിലായാലും യഥാർത്ഥമായ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ കർത്താവിനെ കാണുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ? അതോ കർത്താവ് ഈ വേദപുസ്തകത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നൊരു കഥയായി മാറിയോ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവമാക്കാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞാനും നിങ്ങളും നമ്മുടെ നാവുകൾ ഉയർത്തുമ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഇടയാകുന്നത്. ഇവിടെ മഗ്ദലക്കാരി മറിയം വന്ന് പറയുമ്പോഴും അപ്പോസ്തലന്മാർ വിശ്വസിക്കുന്നില്ല. മറ്റ് രണ്ടുപേര് വന്ന് പറയുമ്പോഴും അപ്പോസ്തലന്മാർ വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞ് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ 14-15 വായിക്കുമ്പോൾ പിന്നീട് 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവന്റെ വാക്ക് വിശ്വസിക്കാത്തതിനാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അത് 14 വാക്യത്തിൽ പറയുന്നത് കർത്താവ് അവിടെ അവരുടെ മധ്യത്തിൽ കടന്നു വന്നപ്പോഴും ചിലർ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായി കൂടെ നടന്നിട്ടും ഈ ശിഷ്യന്മാർ കർത്താവിനെ അനുഭവമാക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ. തൻ്റെ വേലയിൽ കൂടെ നടക്കുകയും അനേകമായ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷ്യം വഹിച്ചവരായിരുന്നു ഇവർ ഓരോരുത്തരും. കർത്താവ് തൻ്റെ മരണത്തെപ്പറ്റിയും ഉയർത്തെഴുന്നേൽപ്പറ്റി വ്യക്തമായി പല പ്രാവശ്യം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ആ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കത്തക്കോണം കർത്താവ് ഉപമകളിലോടും പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രസ്താവിച്ചു. എന്നിട്ടും അവിടെ ഒരു അവിശ്വാസം. നിൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അവിശ്വാസം നിലനിൽക്കുന്നില്ലേ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? ഇന്നും ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീരേണ്ടിയെന്ന് നാം ചിന്തിക്കാറുണ്ടോ? പ്രവർത്തിക്കാറുണ്ടോ? അപ്രകാരം കർത്താവിനെ ഉൾക്കൊള്ളാറുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 28-16-17 വായിക്കുമ്പോൾ ശിഷ്യന്മാർ 11 പേരും ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ച മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ശിഷ്യന്മാർ ഇവിടെ മത്തായിയുടെ സുവിശേഷം പറയുന്നത് പറഞ്ഞ രീതിയിൽ ഗലീലയിൽ പോയി ഇരുന്നു. പക്ഷെ അവനെ കണ്ടപ്പോൾ ആരാധിക്കുക ചെയ്തു. പക്ഷെ എന്നിട്ട് ഒരു സംശയം, ഇത് കർത്താവ് തന്നെയാണോ എന്ന്. മർക്കോസിന്റെ സുവിശേഷം 15-18 വരെ വായിക്കുമ്പോൾ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതിയ ഭാഷകളിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി എന്തു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. എൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കും,
പുതിയ ഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി എന്തു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് സമർപ്പിച്ച ജീവിതമാണെങ്കിൽ ഈ കൃപകളൊക്കെ ലഭ്യമാകുമെന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ കൃപകളാണ് ഓരോന്നും നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ. ഭൂതങ്ങളെ പുറത്താക്കാൻ, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ നമ്മൾ രോഗശാന്തിക്ക് ഓടി നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഇത് നമുക്ക് അനുഭവമാക്കുവാൻ കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവാലയങ്ങളിലും ആരാധനാക്രമങ്ങളിലും ആരാധനയിലും എല്ലാം സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം മാത്രമേ അതിൽ സംബന്ധിക്കുന്നുള്ളൂ. മനസ്സുമായി ഇന്നും പൂർണ്ണമായി കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ഉയർത്തെഴുത്ത കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാകും. 15-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ക്രിസ്ത്യാനികളോട് സുവിശേഷം പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോട് അതൊന്നുമല്ല പറയുന്നത്, എല്ലാവരോടും പ്രസംഗിക്കുവിൻ. ഇത് പലപ്പോഴും നാം കാണുന്നത് ഈ സഭയിൽ നിന്നുള്ളവരെ മറ്റ് സഭയിലേക്ക് വലിക്കുവാനും ഈ ശുശ്രൂഷ എന്നുള്ള മറ്റ് ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള പ്രവണതയാണ് കാണുന്നത്. അതായത് കർത്താവിൻ്റെ സുവിശേഷം കേട്ടവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുവാനുള്ള പരിശ്രമം. കർത്താവ് അതല്ല പറയുന്നത്. കർത്താവ് പറയുന്നത് എൻ്റെ സുവിശേഷം ലോകത്തിലെ എല്ലാവരോടും പോയി പറയുവാൻ, അതായത് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ സാഹചര്യമില്ലാത്തവർക്കും അതിനായി മുഖാന്തരമില്ലാത്തവരുടെ ജീവിതത്തിൽ ഈ സുവിശേഷം എത്തിക്കണമെന്നാണ് പറയുന്നത്. അതെത്തിക്കുമ്പോൾ അവർ വിശ്വസിച്ചാൽ എന്തൊക്കെ അടയാളങ്ങൾ നടക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:18 ഇപ്രകാരമാണ് പറയുന്നത്. യേശു അടുത്ത് എന്ന് അവരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് മരണത്തിൻ്റെ മേലുമുള്ള അധികാരത്തെ പറ്റിയാണ്. ജീവനും മരണത്തിനും മേലും എല്ലാത്തിന്മേലുള്ള അധികാരം. അതിൻ്റെ 19-20 വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യരാക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട്. ആമേൻ. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. ഒരു വാഗ്ദത്തമാണ്. കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം പ്രവർത്തിക്കുവാൻ ഇറങ്ങുമെങ്കിൽ, നേരെ കർത്താവിൻ്റെ സാക്ഷികളായി കൂട്ടിക്കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുമെങ്കിൽ നമ്മോടൊപ്പം ലോകാവസാനത്തോളം കാണുമെന്നാണ് പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 16:20 ഇപ്രകാരമാണ് പൂർത്തീകരിക്കുന്നത്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു പോന്നു. ആമേൻ. ആമേൻ. ഇതാണ് യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ സന്ദേശം. കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ സുവിശേഷവാഹകരായി ലോകത്തിൻ്റെ അറ്റത്തോളം അന്ധകാരത്തിലുള്ള അനേരെ ഈ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനമായി തീരണം. വർഷാവർഷം നാം നോയമ്പുകാലവും പീഡാനവാഴ്ചയൊക്കെ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നാം ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവിതത്തിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിലുണ്ടോ? കാരണം യഥാർത്ഥമായി നാം ഉയർത്തെഴുന്നേറ്റിന കർത്താവിനെ സ്വീകരിച്ചെങ്കിൽ, അനുഭവമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കണം പ്രവർത്തിക്കുവാനിടയാകും. ഏത് സഭയായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവിടെ സ്നേഹം നിറഞ്ഞു നിൽക്കും. പ്രവർത്തനത്തിനായി ഒരുമ കാണും. ഇന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലെന്നാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ്, ഒരുമയോടെ കൊണ്ടുവന്ന കർത്താവാണ്. കർത്താവിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. അപ്രകാരം എന്നെയും നിങ്ങളെയും ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകളിലായാലും നമ്മുടെ ഇടവകളിലായാലും നാം ഏത് സമയത്തായാലും അവരുടെ മധ്യത്തിലൊരു ജീവൻ വരുത്തുവാൻ, കർത്താവിൻ്റെ വെളിച്ചം അവിടെ പകരത്തക്കോണം
ഇടയാക്കുവാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ പ്രാർത്ഥിക്കും. നമ്മുടെ തലകണ വണക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്തുതാവുന്നാവ് ഇത്രത്തോളം ഞങ്ങളെ വഴി നിർത്തിയ നന്മകൾക്കായ സ്തോത്രം. കർത്താവ്, വർഷാവർഷം ഞങ്ങൾ കർത്താവെ നിൻ്റെ നോയമ്പ് പെരുന്നാൾ ആചരിക്കുകയും കർത്താവെ കഷ്ടാനുഭവമൊക്കെ സംബന്ധിക്കുകയൊക്കെ ചെയ്തെങ്കിലും കർത്താവ് ഇന്ന് വരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോട് ആഹ്വാനം ചെയ്ത രീതിയിലുള്ള പ്രവർത്തനം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പുറവ് സമ്മതിക്കുന്ന കർത്താവെ, ലോകത്തിൻ്റെ അറ്റത്തോളം നിൻ്റെ സാക്ഷികളായി തീരുവാൻ, നിൻ്റെ വചനം എത്തിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. കർത്താവെ, നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ കർത്താവെ, നിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ നിൻ്റെ പ്രകാശം പകർത്തുവാൻ കർത്താവെ, അന്തരാരത്തിലുള്ള അനേകരെ വിടുവിക്കുവാൻ കർത്താവെ, സൗഖ്യത്തിൻ്റെ കരസ്പർശം അവർക്ക് അനുഭവമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നീ വാക്കുമാറാത്ത ദൈവമാണല്ലോ, നീ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ് കർത്താവെ. അങ്ങാണ് പറഞ്ഞിരിക്കുന്ന കർത്താവ്, നിൻ്റെ സാക്ഷികളായി അനേകരെ നേടുമ്പോൾ കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം ഇന്ന് ഏറ്റവും അനിവാര്യമായി മാറിയിരിക്കുന്ന കർത്താവെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറകൾ കർത്താവെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൻ്റെ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ, പ്രവർത്തനം കാണുവാൻ ഇടയാക്കുന്നത് അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിൻ്റെ കൃപയിൽ ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തി കർത്താവ്, നിൻ്റെ മഹത്വത്തിനൊത്തോണം ഈ നാളുകളിൽ കൂടുതലായിട്ട് ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.